ഹായ്, വെൽക്കം ടു മോഹൻലാൽസ് ടേസ്റ്റ് ബഡ്സ് ടേസ്റ്റ് ഓഫ് കേരള. ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ എത്തിയിരിക്കുന്നത് മദേഴ്സ് കിച്ചൺ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ്. കായംകുളം കരുനാഗപ്പള്ളി റൂട്ടിൽ സ്ഥിരം ട്രാവൽ ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഈ സ്ഥലം ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനി ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കൊഞ്ചുതീയലാണ്. ചെയ്യാനായിട്ട് നമ്മൾ സുധാകരൻ ചേട്ടൻ ഹെൽപ്പ് ചെയ്യും. സോ എന്താ ഇന്ന് ചെയ്യാൻ പോകുന്നത്? കൊഞ്ചുതീയൽ എന്ന് വെച്ചാൽ സോ ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതിയെടുക്കും. ആദ്യം കൊഞ്ച്. ഓക്കെ, ഇത് എത്രയാണ്? ഒരു കപ്പ് കൊഞ്ച്. ഓക്കെ, ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, പിന്നെ സവാള. ഓക്കെ, സവാള മൂന്നെണ്ണം. ഓക്കെ ഓക്കെ, ചെറിയുള്ളി ഒരു ബോൾ, പിന്നെ നമ്മളുടെ തേങ്ങാക്കൊത്ത്, കറിവേപ്പില, കടുക്, പിന്നെ ഇത് തേങ്ങ വറുത്തരച്ചാണ്. അപ്പോൾ ഇതെങ്ങനെ ഈ തേങ്ങ വറുത്തരച്ചതെന്ന് വെച്ചാൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? നമ്മൾ ചട്ടിക്കകത്ത് തേങ്ങ ഇട്ട് ചെറിയ തീയിട്ട് നല്ലപോലെ ഇളക്കുക. ഓക്കെ, അതൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് അത് എടുത്തിട്ട് തണുക്കുമ്പോഴത്തേക്ക് മിക്സിയിലിട്ട് അരയ്ക്കുക. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം അല്ലേ? ഒന്നും വേണ്ട, തേങ്ങ മാത്രം. അപ്പോൾ നല്ലപോലെ അരയുമ്പോൾ നമ്മൾ പാത്രത്തിൽ ഒഴിച്ച് നോക്കുമ്പോൾ എണ്ണ തെളിഞ്ഞു വരും. ഓ, ഈ തേങ്ങയെന്നുള്ള എണ്ണയാണ് ഇത്, അല്ലാണ്ട് ഇതിൽ എക്സ്ട്രാ ഒന്നുമില്ല. വറുത്ത് അരയ്ക്കുമ്പോൾ ഇങ്ങനെ എണ്ണ പോലെ വരും തേങ്ങ. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിൽ ഉപ്പ്, പിന്നെ വെളിച്ചെണ്ണ, കടുക്, പിന്നെ മുരിങ്ങയ്ക്ക ഇത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പച്ചമുളക്, പിന്നെ ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് വെച്ചാൽ മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി, പിന്നെ നമ്മളുടെ ഉലുവാപ്പൊടി, പിന്നെ നമ്മളുടെ മല്ലിപ്പൊടി. ഓക്കെ, ഇനി തക്കാളി എത്രണ്ണ? 2 മതി. ഓക്കെ, സോ ഇതിന് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സവാള നമ്മൾ അരിയുവാണ്. ഓക്കെ, അപ്പം എത്ര എരിവ് വേണോ അതിനനുസരിച്ച് പച്ചമുളക്. 4 പച്ചമുളകിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, ഇത് വേഗം ഒന്ന് ഉള്ളി വാടിക്കിട്ടാനാണ് ഇത് അരിഞ്ഞിടുന്നത്. അപ്പം മസാലയ്ക്കുള്ള സാധനങ്ങളൊക്കെ ആയി. ഇനിയിപ്പോൾ ഓർമ്മയുണ്ടല്ലോ, നമ്മൾ വലിയുള്ളി, ചെറിയുള്ളി, പച്ചമുളക്, തക്കാളി, ഇത് 4 സാധനങ്ങളാണ് നമ്മൾ അരിഞ്ഞിപ്പോൾ വെച്ചിരിക്കുന്നത്. മസാലയ്ക്കുള്ളതായി. ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ്? ഓക്കെ, ഒരു സ്പൂൺ വെളിച്ചെണ്ണ. ഓക്കെ, ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ എല്ലാം വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. എല്ലാം പ്യുവറാണ്. ഓക്കെ, ഇനി കടുകായിരിക്കും അല്ലേ ഫസ്റ്റ്? എണ്ണ ചൂടാവുമ്പോൾ പതുക്കെ കടുക് ഇട്ട് കൊടുക്കുക. ഓക്കെ, തേങ്ങ കൊത്തി അരിഞ്ഞത് 1 സ്പൂൺ ഇട്ടു. ഓക്കെ, മൂക്കാൻ പാടില്ലാണ്. ഓക്കെ, ഇനി അടുത്ത് എന്താ ഇടുന്നത്? മുഴുവൻ എല്ലാം ഒരുമിച്ചിടുവാണോ? അപ്പൊ ഇനി നമ്മൾ ഇടുന്നത് നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന എല്ലാ സവാള, ചെറിയുള്ളി, പച്ചമുളക്, തക്കാളി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുമായിരുന്നു, അതെല്ലാം ഇട്ടു. അപ്പം മുരിങ്ങയൊക്കെയാണ് ഇപ്പോൾ ഇടുന്നത്. ഒന്ന് കീറി ഇടുവാണ് നടുവേന്ന്. ഓക്കെ, തന്നെയുമല്ല ഇതിൻ്റെ ഈ മുരിങ്ങയ്ക്കാണ് ടേസ്റ്റ് ഉണ്ടാകാത്ത പിടിക്കുകയും ചെയ്യും.
മസാലയ്ക്ക് മിക്സായിട്ടങ്ങ് ഫ്രിഡ്ജിൽ ചെയ്യും. ഇത് എത്ര നേരം ഇങ്ങനെ വരച്ചണം? ഇത് നമുക്കൊരു 10 മിനിറ്റ് കാരണം ഇത് വാടി കിട്ടും. അടച്ചു വെക്കണോ? ഇല്ലല്ലോ. ഓക്കെ. പാകത്തിന് ഉപ്പും. ഇപ്പം മുളകിനായിട്ട് ഇനി നമ്മൾ വേറെ മുളക് പൊടിയൊക്കെ ചേർക്കും അല്ലേ? പിന്നെ ഇത് അടച്ചു വയ്ക്കുകയാണ്. എന്തായാലും ഒരു 5 മിനിറ്റ് നേരം അടച്ചു വയ്ക്കണം എന്നാണ് പറയുന്നത്. എന്തായാലും നമ്മൾ മസാലയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് തുറന്നു നോക്കാം മസാല ആയോ. പിന്നെ നമുക്ക് കൊഞ്ചിടാം. സമയമായി ആയി. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം ആയി എന്നാണ് പറയുന്നത്. ഇപ്പം നമുക്കിനി കൊഞ്ചിടാം. ഇത് ഒരു കപ്പാണ് നമ്മൾ കൊഞ്ച് യൂസ് ചെയ്യുന്ന 1 കപ്പാണ്. ഇത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് ഫുൾ ഇടട്ടെ. തീ കുറച്ച് വെക്കണം എന്നുണ്ടോ? ഓക്കെ. ഇപ്പം നമ്മളിപ്പോൾ കൊഞ്ച് ഇളക്കുവാണ്. മസാല കൊഞ്ചിൽ പിടിക്കാനല്ലേ? പിന്നെ ഇനി അടച്ചു വെക്കണ്ടേ? വെള്ളം ഒഴിക്കണോ? ഓ യാ, ഇനി മസാല. സോ ഇനി മുളക് പൊടി ഇടുവാണ്. എത്ര? ഇത്രയും അര ടേബിൾ സ്പൂൺ മുളക് പൊടി. മല്ലിപ്പൊടി എത്രയാണ്? ഓക്കെ. മല്ലിപ്പൊടി 1/4 ടീസ്പൂൺ. ഇനി ഇത് ഇളക്കുവാണ്. ഒരു സ്റ്റേജ് ബൈ സ്റ്റേജ് പ്രോസസ്സാണ്. ഇനി അടുക്കി പിടിക്കാണ്ടിരിക്കാൻ എന്നെ പോലത്തെ ആൾക്കാരാണ് ഇളക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അടുക്കി വയ്ക്കും. അപ്പം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓക്കെ. നല്ലോണം ഇളക്കുക. അപ്പം എന്തായാലും കൊഞ്ച് നല്ല എടുത്ത് നിൽക്കുന്നുണ്ട് നമ്മളുടെ പാത്രത്തിൽ ഇങ്ങനെ. ഇനി അടച്ചു വയ്ക്കുകയാണ്. അപ്പം നമ്മളിനി ഉലുവാപ്പൊടി പെപ്പറൊക്കെ പിന്നെയാണോ ലാസ്റ്റാണ്? നമ്മുടെ വെജിറ്റബിൾസ്, പിന്നെ കൊഞ്ച്, പിന്നെ നമ്മൾ ഇട്ടിരിക്കുന്നത് മുളക് പൊടി, ഉപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി. ഇത്രയാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് തിളക്കട്ടെ. അടച്ചു വെച്ചിരിക്കുകയാണ്. എന്തായാലും നമ്മൾ കൊഞ്ചും ഇട്ട് കഴിഞ്ഞു മസാലയിൽ. എന്തായാലും കൊഞ്ചൊക്കെ എടുത്ത് നിൽക്കുന്നുണ്ട്, പാത്രത്തിൽ നന്നായിട്ട് കാണുന്നുണ്ട്. കുറേ കളേഴ്സ് ഉണ്ട്. എന്തായാലും ഇത് ഒരു 10 മിനിറ്റ് അടച്ചു വെക്കണം എന്നാണ് ചേട്ടൻ പറയുന്നത്. എന്തായാലും നമ്മളുടെ കൊഞ്ച് മസാലയിലൊക്കെ കിടന്ന് ഇങ്ങനെ വെന്ത് വരുന്നുണ്ട്. അതിൻ്റെ അവസ്ഥ എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, എനിക്ക് തോന്നുന്നു നന്നായിട്ട് വെന്തു, നന്നായിട്ട് ആയെന്നാണ് തോന്നുന്നത്. നല്ല സ്മെല്ലാട്ടോ ആ കൊഞ്ചിൻ്റെയും പിന്നെ ആ കളറും മസാലയും. ഓക്കെ, ഇനി എന്താണ് നമ്മൾ ചെയ്യുന്നത്? കുറച്ച് വെള്ളം നമ്മൾ ആദ്യം ഒഴിച്ച വെള്ളം പറ്റി. ഓക്കെ, ആദ്യം മസാല കുറച്ച് വെള്ളം ഒഴിച്ചു. ഓക്കെ, നേരത്തെ ഒഴിച്ച വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഇനിയും വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് മസാലയിൽ. ഇനി നമുക്ക് ആ തേങ്ങാരപ്പ്. ഓ യാ, നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന തേങ്ങാരപ്പ് വറുത്ത് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയാണ്. നിങ്ങൾ ഈ കാണുന്ന എണ്ണ എന്ന് പറയുന്നത് തേങ്ങയിൽ നിന്ന് തന്നെ വന്നിരിക്കുന്ന എണ്ണയാണ്. ഒരു സ്പൂൺ ഇത്രയും ഫുൾ 1 സ്പൂൺ.
നന്നായിട്ട് എല്ലായിടത്തും ഇതാവുന്നത് ഇളക്കുക. എന്തായാലും വെള്ളം ഒഴിച്ചു, അരപ്പിട്ട് കഴിഞ്ഞു, എന്നിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു. ഇപ്പൊ 1 മിനിറ്റും കൂടി. ഓക്കെ, 1 മിനിറ്റും കൂടി അടച്ചു വെക്കുക. അപ്പൊ ചേട്ടാ, ഇത് നമുക്ക് എന്തിന്റെ കൂടെയും കഴിക്കാലോ? ദോശ, ബ്രെഡ്, ഇടിയപ്പം. ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് ഇത് എന്തിന്റെ കൂടെയാണ് സാധാരണ കഴിക്കാൻ ആഗ്രഹിക്കുന്നത്? അരിപ്പത്തിരിയാണ്. അപ്പൊ അരിപ്പത്തിരിയും നമ്മുടെ കൊഞ്ചത്തിയലും ഉണ്ടെങ്കിൽ അടിപൊളി ഒരു ഡിഷാവും. ഓക്കെ, ചേട്ടന് ഇത് എന്തിന്റെ കൂടെയാ സജസ്റ്റ് ചെയ്യാം എല്ലാവർക്കും? ചപ്പാത്തി. അപ്പൊ ചപ്പാത്തിയുടെ കൂടെ ഇത് കഴിക്കാം. പിള്ളേർ വീട്ടിൽ നിന്ന് സ്കൂളിൽ നിന്ന് വീട്ടിൽ വരുമ്പോൾ നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ സന്തോഷത്തോടെ കഴിക്കും. എല്ലാവർക്കും കൊഞ്ച് ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഐ മീൻ എല്ലാവർക്കും കൊഞ്ച് ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ ഇത് 1 മിനിറ്റ് ആയി. നമുക്ക് തുറന്നു. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഇപ്പൊ. ഓക്കെ, നല്ലൊരു സ്മെല്ലും. ഓക്കെ, ഈ കൊഞ്ച് പൊടിഞ്ഞ് വരുന്നുണ്ടല്ലേ? ഷ്രിങ്കായി. ഓക്കെ, 1/4 സ്പൂൺ കുരുമുളക് പൊടി ഇടുവാണ്. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ ഇട്ടിരിക്കുന്നത് കുരുമുളക് പൊടിയും ഉലുവാപ്പൊടിയും ഞാൻ ടേസ്റ്റ് വരെ ചെയ്ത് നോക്കി. അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു കുക്കാണ്. അപ്പം ഇനി എന്തായാലും തീയലായി എന്നാ തോന്നുന്നത്. ഓക്കെ, നോക്കിക്കേ. ഞാൻ നോക്കണം. ചൂടില്ലല്ലോ? എരിവുണ്ട്, ഉപ്പും കറക്റ്റ്. നല്ല ചൂടുണ്ടായിരുന്നു. 2 ദിവസത്തേക്ക് എനിക്ക് കൈ ഇങ്ങനെ പിടിച്ചോണ്ട് നടക്കാം. താങ്ക് യു. അറിഞ്ഞോണ്ടാണല്ലോ ഇങ്ങനെ ഇട്ടത്, എനിക്ക് തോന്നി. സാധാരണ എല്ലാവരുടെ കയ്യിലും ചൂടോടെ സാധനങ്ങൾ. അപ്പൊ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. എരിവുണ്ട്, ഉപ്പും കറക്റ്റ് ആണ്. ഇപ്പൊ ഡിഷായി കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇനി ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. നേരത്തെ ഞാൻ ടേസ്റ്റ് ചെയ്തു, ഉപ്പ് നോക്കാൻ പോയി കൈ പൊള്ളി നിൽക്കുകയാണ്. എന്തായാലും നമ്മൾ ഗാർണിഷ് ചെയ്യാൻ കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ടിട്ടുണ്ട് മേളിൽ. അത് മാത്രമേ ഉള്ളൂ എക്സ്ട്രാ ആയിട്ട് നമ്മൾ പിന്നെ ചെയ്തത്. ആഹാ, കൊഞ്ചിങ്ങനെ കാണാം. എന്തായാലും ഇത് വെറുതെ തിന്നണ്ട. ഞാനിപ്പം ഇവിടെ മദേഴ്സ് കിച്ചണിൽ ഓർഡർ ചെയ്തിട്ട് ഞാനൊരു ചപ്പാത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ചപ്പാത്തിയിലാണ് നമ്മളിത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പം നല്ല കൊഞ്ചുള്ള ഒരു ഭാഗം തന്നെയാണ് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സാധനം കേട്ടോ. ഇത് തീയൽ പോലെ ഒന്നുമില്ല. എനിക്കിത് വേറെ ഒരു നോൺ വെജ് സാധനം കഴിക്കുന്ന പോലെ തന്നെ ഉണ്ട്. ഒരു അടിപൊളി ഡിഷ്, ഒരു ചിക്കൻ കറി. ഓക്കെ, ഇത് ആക്ച്വലി ഫങ്ഷൻസിനൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇതിൻ്റെ തേങ്ങയുടെ ഒരു അരച്ച് നമ്മൾ എന്താ വറുത്തരച്ച തേങ്ങ, അതിൻ്റെ ടേസ്റ്റ്. പിന്നെ മെയിനായിട്ട് നിൽക്കുന്നത് നമ്മളുടെ എല്ലാ വെജിറ്റബിൾസും, ഉള്ളി, ചെറിയ ഉള്ളി, അതിൻ്റെ ടേസ്റ്റ്. ഇപ്പം എന്തായാലും അടിപൊളി സാധനമാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു സർ, ഇതുപോലത്തെ ഒരു എപ്പിസോഡ് തന്നതിന്. കൊഞ്ച് സൂപ്പറാണ്, എല്ലാവരും ട്രൈ ചെയ്യുക. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ സമയം ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. എന്തായാലും ഈ എപ്പിസോഡിൻ്റെ റെസിപ്പി എല്ലാം ഞങ്ങളുടെ വെബ്സൈറ്റിലുണ്ടാവും. www.amrudatv.com/tasteofkerala. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾ എഴുതി അറിയിക്കാം. നിങ്ങൾക്ക് അടിപൊളി ഡിഷ് വല്ലതും അറിയാമെങ്കിൽ അതും ഞങ്ങൾ എഴുതി അറിയിക്കാം. എന്തായാലും അടുത്ത ആഴ്ച കാണുന്നവരെ ടിൽ ദെൻ
ഇറ്റ്സ് ബൈ ഫ്രം സാറ.